عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. ഒരു മിനിറ്റ് അപ്പൊ ആരെന്താ വരാഞ്ഞത്? എൻ്റെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആണ് സമയത്തെ, നാട്ടിലൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ 3 പ്രാവശ്യം എല്ലാവരും ഒന്നിച്ച് ചെല്ലുക അല്ലേ. അതുപോലെ തന്നെ ആയത്തെ പതില് റഹ്മത്ത് അള്ളാഹുവിനോട് ആവശ്യപ്പെടാം. പിന്നെ മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറൊക്കെ അതിന്റെ സമയങ്ങളിലൊക്കെ കൂട്ടമായി ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ട് നാട്ടിലൊക്കെ. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലാത്തതിന്റെ പേരിൽ ചിലപ്പോ ഒക്കെ മറന്നു പോവുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ജീവിക്കണത് ഈ സമസ്ത ഇസ്ലാമിക് ക്ലാസ് റൂം മുഖേനയാണല്ലോ. അത് സദാസമയത്ത് നമ്മളെ ഇട്ടുകൊണ്ടോ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെയാണല്ലോ നമ്മുടെ 24 മണിക്കൂർ സമയവും. അപ്പൊ അതിന് മൈക്കെടുക്കുന്ന സമയത്ത് ഒന്ന് ചെല്ലിയാല് കൂടെ കുറെ ആളുകൾ ചൊല്ലിക്കോടും. അതിന് പുറമെ മറ്റുള്ളവർക്ക് അത് ഓർമ്മ വരികയും ചെയ്തോളും. അത് വിചാരിച്ചൊന്നും ചെല്ലിയതാണ്. സാധിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും അത് പ്രാവർത്തികമാക്കുക. 4 കാര്യം ചോദിക്കലിനെ പെരുപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ 4 കാര്യമാണ് ഇത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 1 അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ 4 കാര്യങ്ങൾ അത് പറയലിനെ പെരുപ്പിക്കുവാൻ റമദാനിൽ നമ്മളിപ്പോ പ്രതീക്ഷിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനിയുടെ സക്കാത്ത് എന്ന ക്ലാസ്സിനെ സംബന്ധിച്ച് അതാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് സലീം ഫൈസിയുടെ ഇർഫാനിയുടെ സക്കാത്ത് സംബന്ധമായ ക്ലാസ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അത് നമ്മളൊക്കെ ലൈവായിട്ട് പിന്നെ കേട്ടതുമാണ്. അതിൽ പല ആളുകളും പല സംശയങ്ങളൊക്കെ ചോദിച്ച് അതിനൊക്കെ പരിഹാരം കാണുകയും ചെയ്തതാണ്. കഴിഞ്ഞ റമദാനിൽ അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് അതും ഉണ്ടായില്ലേ, ഇവിടുന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ. ഇൻഷാ അല്ലാഹ് അദ്ദേഹം എത്രയും വേഗം വരുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ID ഉണ്ട് എങ്കിൽ ഒന്ന് റൈസാൻഡ് ചെയ്യണം. സലീം ഫൈസി ഇർഫാനിയുടെ ID, അദ്ദേഹം സംസാരിക്കുന്ന ID ഇവിടെ ഉണ്ട് എങ്കിൽ ഒന്ന് റൈസാൻഡ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഒരു PM ഉണ്ട്. എന്താണ് സോക്സ് ധരിച്ച് വുളു ചെയ്യുന്നതിന്റെ വിധി എന്താകുന്നു? എന്താണ് സോക്സ് ധരിച്ച് വുളു ചെയ്യുക? സോക്സ് ധരിച്ചിട്ട് വുളു ചെയ്യാന്നാൽ ഇപ്പൊ വുളു ചെയ്യുന്ന സമയത്ത് അത് കാലുമുണ്ടാകുന്നതുകൊണ്ട് വിരോധം ഉണ്ടോ? അതാണ് ചോദ്യം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതാവൂല അദ്ദേഹത്തിന് ചോദ്യം. വുളു ചെയ്യുന്ന സമയത്ത് കാല് കഴുകുന്നതിന് പകരം ഷോക്സുമേൽ തടഞ്ഞാൽ സഹിയാകുമോ? അതായിരിക്കാം അദ്ദേഹത്തിന് ചോദ്യം. പക്ഷെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്, ഷോക്സ് ധരിച്ച് വുളു ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഷോക്സ് ധരിച്ച് വുളു ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ അതേസമയത്ത് കാല് കഴുകുന്നതിന് പകരം ഷോക്സിന് മേൽ തടവിയാൽ അത് സഹിയാവുകയില്ല. സലീം ഫൈസി ഇർഫാനി എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാട്ടിലുള്ള ആളുകൾ അദ്ദേഹത്തോട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ആളുകളൊന്നും ബന്ധപ്പെട്ടാൽ തിരക്കടില്ല. ചില ആളുകൾക്ക് ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ്. എന്തെങ്കിലും വളരെ മർമ്മപ്രധാനമായ വല്ല വിഷയത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദ്, ഇശാ നമസ്കാരത്തിന്റെ ടൈം സുബ്ഹി വരെയുണ്ടോ? ഖളാ ആകുന്ന ടൈം എപ്പോഴാണ്? ഇശാ നമസ്കാരത്തിന്റെ സമയം സുബ്ഹി വരെ ഉണ്ട്. ഇശാന്റെ സമയം സുബ്ഹി വരെയാണ്. സുബ്ഹിയുടെ സമയം സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. ളുഹറിന്റെ സമയം ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആവുന്നത് വരെയാണ്. അതായിക്കഴിഞ്ഞാൽ പിന്നെ അസറാണ്. അസറിന്റെ സമയം പിന്നെ സൂര്യാസ്തമനം വരെയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ മഗ്രിബിന്റെ സമയം സൂര്യന്റെ മേഘത്തിലെ കടുംചുവപ്പ് മാറുന്നത് വരെയാണ്.
മേഘത്തിലെ കടുംചുവപ്പ് മാഞ്ഞാൽ പിന്നെ ഇശയായി, ഇശാന്റെ സമയം ഫജ്ർ സാദിഖ് ഒളിവാകുന്നത് വരെയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മെഹറാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കിയില്ലേ? അന്ന് സുബഹി നിസ്കരിച്ചില്ല. മെഹറാജിന്റെ രാത്രി കഴിഞ്ഞ നേരെ ശേഷമുള്ള സുബഹി റസൂൽ നിസ്കരിച്ച ഇല്ലാന്നാ. അതിന് നമ്മുടെ ഉലമാക്കളിന് കാരണം പറഞ്ഞിട്ടില്ലേ? എന്താണ് അതിന്റെ കൈഫിയത്ത് അറിയില്ല. ഇന്നലെ രാത്രി നിസ്കാരം ഫർളാക്കപ്പെട്ടു, പക്ഷെ എങ്ങനെ നിസ്കരിക്കണ്ടെന്ന് അറിയണ്ടേ? അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സുബഹി നിസ്കരിച്ചില്ല. പിന്നെ ളുഹുർക്കാണ് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം ളുഹുർക്ക് വന്നു. എപ്പോഴാണ് ളുഹുർക്ക് വന്നത്? സൂര്യൻ മധ്യരേഖയിൽ എത്തിയ, അതായത് ളുഹുറിന്റെ അവ്വൽ വഖ്തിൽ ഉണ്ടല്ലോ, ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. ജിബ്രീൽ ഇമാമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഅ്മൂമായി കൊണ്ട് നിസ്കരിച്ചു, ളുഹുർ നിസ്കരിച്ചു ആദ്യത്തെ ദിവസം. പിന്നെ ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആയ സമയത്ത് വന്നു, അതായത് അസറിന്റെ അവ്വൽ വഖ്തിൽ ഉണ്ടങ്ങനെ അസറും നിസ്കരിച്ചു. പിന്നെ മഗ്രിബിക്ക് സൂര്യൻ അസ്തമിച്ച സമയത്ത് വന്നു, ഉണ്ടങ്ങനെ മഗ്രിബ് നിസ്കരിച്ചു. മേഘത്തിലേക്ക് അല്ലേ, മേഘത്തിന്റെ ആ കടുംചുകപ്പ് ഉണ്ടല്ലോ, അത് മാഞ്ഞ സമയത്താണോ? അതെ, മേഘത്തിലെ കടുംചുകപ്പ് മാഞ്ഞ സമയത്ത് വന്നു. പടിഞ്ഞാറിന്റെ കടവാളത്തിലെ ഒരു ചുവപ്പ് രാശി ഉണ്ടാവുമല്ലോ സൂര്യൻ അസ്തമിച്ച് കുറച്ചു നേരം. അപ്പൊ അത് മാഞ്ഞ സമയത്ത് വന്നു. അങ്ങനെ ഇശായി നിസ്കരിച്ചു. ഫജ്ർ സാദിഖ് ഒളിവായ സമയത്ത് സുബ്ഹി നിസ്കരിച്ചു. പിറ്റേ ദിവസം ളുഹുർക്ക് റസൂലുള്ളാഹി ളുഹുർ നിസ്കരിക്കാൻ എപ്പോഴാ വന്നു വെച്ചിട്ടുണ്ടാവും? ളുഹുറിന്റെ അവ്വൽ വഖ്തിൽ വന്നില്ല ജിബ്രീൽ ഇസ്ലാം. പിറ്റേ ദിവസം ളുഹുർക്ക് അതിന്റെ അവ്വൽ വഖ്തിൽ വന്നില്ല. പിന്നെയോ ഒരു സാധനത്തിന്റെ നിഴൽ ആ സാധനത്തിന്റെ അത്ര ആകുന്നതിന്റെ അല്പം മുമ്പാ വന്നത്. അതായത് അസറിന്റെ അല്പം മുമ്പാണ് വന്നത്. എന്തിന്? ളുഹുർ നിസ്കരിക്കാൻ. പിറ്റേ ദിവസം ആ സമയത്ത് ളുഹുർ നിസ്കരിച്ചു. അതിന്റെ പിറ്റേ ദിവസം അസറിന്റെ അവസാനത്തെ സമയത്താ വന്നത്. അസറിന്റെ ഏറ്റവും അവസാനത്തെ സമയമല്ല, വിശദീകരിക്കേണ്ട കൂടുതൽ വിശദീകരിക്കേണ്ട സമയമാണ്. അല്പം മുമ്പ് വന്നു, മഗ്രിബിന്റെ അല്പം മുമ്പായിട്ട് വന്നു. ആ അസർ നിസ്കരിച്ചു. പിറ്റേ ദിവസം ആ ദിവസം മഗ്രിബിക്ക് വന്നത് ഇന്നലെ വന്നത് അതേ സമയത്ത് തന്നെയാണ്. ഇന്നലെ വന്ന അതേ സമയത്ത് തന്നെയാണ് മഗ്രിബ് നിസ്കരിക്കാൻ ഇന്നും വന്നത്. ഇശാക്ക് എപ്പോൾ വന്നു? ഫജ്ർ സാദിഖ് ഒളിവാണതിന്റെ അല്പം മുമ്പായിട്ട് ഇശാ നിസ്കരിക്കാൻ വേണ്ടി വന്നു. സൂര്യൻ ഉദിക്കുന്നതിന് അല്പം മുമ്പായിട്ട് സുബ്ഹി നിസ്കരിക്കാനും വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ നിസ്കാരങ്ങൾക്ക് ഇടയിലെ സമയം ഇന്നലെ നിസ്കരിച്ചതിന്റെയും ഇന്ന് നിസ്കരിച്ചതിന്റെയും ഇടയിലുള്ള ആ സമയമാണ് ഈ ഫർള് നിസ്കാരങ്ങളുടെ സമയം എന്ന് പറഞ്ഞു. അപ്പൊ ആണല്ലേ ഇന്നലെ ഇശാക്ക് എപ്പോഴാണ് വന്നത്? സൂര്യൻ ഇശാന്റെ അവ്വൽ വഖ്തിലാണ് വന്നത്. ഇന്ന് ഇശാന്റെ അവസാന സുബ്ഹിന്റെ അല്പം മുമ്പായിട്ടാണ് വന്നത്. അപ്പോ മനസ്സിലായി എന്ത്? മേഘത്തിലെ കടുംചുകപ്പ് മാഞ്ഞോടം മുതൽ സുബ്ഹിന്റെ സമയം വരേക്കും ഉണ്ട്, സുബ്ഹി ആവുന്നതിന്റെ അല്പം മുമ്പ് വരേക്കും ഉണ്ട് പിന്നെ ഇശാന്റെ സമയം. മനസ്സിലായല്ലോ? അപ്പൊ ഏതായാലും മഗ്രിബ് കുറച്ച് വിശദീകരിക്കേണ്ടതാണ്. മഗ്രിബ് ഇന്നലെ ഇന്ന് വരെ സമയത്ത് വന്നതില്ലേ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ മദ്ഹബ് ജദീദായ അഭിപ്രായം എന്താണ്? ജദീദായ അഭിപ്രായം മഗ്രിബിക്ക് അധികം സമയമില്ലാന്ന്. പിന്നെ എത്ര സമയമുള്ളൂ? ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ടല്ലോ അല്ലേ? ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ബാങ്ക് എപ്പോഴാ കൊടുക്കേണ്ടത്? വക്തായാലല്ലേ ബാങ്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു ബാങ്കിന്റെ സമയം, പിന്നെ ഇഖാമത്ത് കൊടുക്കൽ സുന്നത്തില്ലേ? ഇഖാമത്തിന്റെ സമയം, പിന്നെ ഒന്നുണ്ടാക്കുക, അതുപോലെ തന്നെ ഔറത്ത് മറക്കുക പോലെ തന്നെ ഇനി കുറച്ച് സമയം കാണണ്ടേ, ആ സമയവും കഴിച്ച്, പിന്നെ 3 റക്അത്ത് മഗ്രിബ് നിസ്കരിക്കണ്ടേ അതും, പിന്നെ മഗ്രിബിന്റെ ശേഷം 2 സുന്നത്തും ഇല്ലേ അത്, അതിന്റെയും സമയം അത്ര സമയം കഴിഞ്ഞാൽ പിന്നെ മഗ്രിബിന്റെ സമയം കഴിഞ്ഞു എന്നാണ് ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായം. ഒന്ന് ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, ബാങ്ക് കൊടുക്കുക, വുളൂ ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ആയിക്കോട്ടെ. വുളൂ ചെയ്യാൻ വഖ്തിന് മുമ്പായിട്ട് വുളൂ ചെയ്യാന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. അപ്പൊ ബാങ്ക് കൊടുക്കുക, ഒരു വുളൂ എടുക്കുക, പിന്നെ ഒന്ന് ഇഖാമത്ത് കൊടുക്കുക, ഒരു 3ഉം 2ഉം 5 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ ഔറത്ത് മറക്കാനും ഒക്കെ ഉള്ള സമയം ഉണ്ടല്ലോ. ആ സമയം കഴിഞ്ഞാൽ മഗ്രിബിന്റെ സമയം കഴിഞ്ഞു, മഗ്രിബിനെ പിന്നെ ഖളാ ആയി എന്നാണ് ഷാഫി ഇമാമിന്റെ ജദീദായ അഭിപ്രായം. ആ അഭിപ്രായം ഷാഫി ഇമാം പറയാതെ കാരണം ഇതാണ്: ഇന്നലെയും ഇന്നും ഒരേ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം മഗ്രിബിന് വന്നതാണ് കാരണം. പിന്നെ ഖദീമായ അഭിപ്രായം ഷാഫി ഇമാമിന്റെ എന്താണ്? മേഘത്തിലെ കടുംചുവപ്പുമാകുന്നത് വരേക്കും ഉണ്ടെന്ന്. അതിന് കാരണം എന്താ? റസൂലുള്ളാഹിന്റെ വാക്കുണ്ട്. എന്ത്? വഖ്തുൽ മഗ്രിബി മിനൽ മഗ്രിബി, പിന്നെ എന്താണ്? മിനൽ ഖുറൂബി ഇലാ മഗ്രിബി ശഫ്ഖിൽ അഹ്മരി എന്ന വാക്ക് ഉണ്ട്.
മഗ്രിബിന്റെ സമയം ഉറൂബ് മുതൽ അസ്തമനം മുതൽ മേഘത്തിലെ കണ്ണും ചുവപ്പുമാകുന്നവരേക്കുമാകുന്നു എന്ന് റസൂലുള്ളാഹിന്റെ വാക്കുണ്ട്. ആ ഹദീസ് പിടിച്ചിട്ടാണ് ഖദീമായ അഭിപ്രായം. ഈ ജിബ്രീൽ ഇന്നലെയും ഇന്നും ഒരേ സമയത്ത് പ്രവർത്തിച്ചു. അത് ആ അഭിപ്രായം പിടിച്ചിട്ടാണ് ജദീദായ അഭിപ്രായം. പക്ഷേ ഷാഫി ഇമാമിന്റെ ജദീദും ഖദീമും എതിരായാൽ ജദീദാണ് അതിനനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത് അല്ലേ, ഖദീമല്ല, ജദീദ് അനുസരിച്ച്. പക്ഷെ ഇവിടെ ചില മസ്അലകളിൽ ഒഴികെയെന്നാണ്, ചില മസ്അലകളിൽ ഖദീം അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. അത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അസ്ഹാബിമാർ പരിശോധിച്ചപ്പോൾ ഖദീമിനേക്കാളും ജദീദിനേക്കാളും തെളിവുകൾക്ക് ശക്തിയുള്ളത് ഖദീമിനാണെന്ന് ബോധ്യപ്പെട്ട ചില മസലകളുണ്ട്. ഷാഫി ഇമാമിന്റെ ജദീദ് അഭിപ്രായമുണ്ട്, ഖദീമായ അഭിപ്രായമുണ്ട്. ജദീദ് അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. പക്ഷെ ജദീദിന്റെ തെളിവിനേക്കാളും ശക്തമായ തെളിവുള്ളത് ഖദീമിന്റെ തെളിവ് തന്നെയാണ് എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അസ്ഹാബിമാർക്ക് മനസ്സിലായ ചില മസലകളുണ്ട്. ആ മസലപ്പെട്ട ഒരു മസലിനെപ്പറ്റി. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഇപ്പോൾ മഗ്രിബ് വരേക്കും ഇശാ വരെയും ഉണ്ട്, മേഘത്തിലെ കടും ചുവപ്പും ആകുന്നവരേക്കും മഗ്രിബിന്റെ സമയം ഉണ്ട് എന്നാണ്. പിന്നെ എന്താണ്, മൊബൈലിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഖുർആൻ ഓതുന്നത് നിർത്തണോന്ന്. മൊബൈലിൽ ബാങ്ക് കൊടുക്കാനാലേ റേഡിയോയിലൊക്കെ കേൾക്കുന്നതായിരിക്കും അല്ലേ, ലൈവായിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്നത് ലൈവായിട്ടാണ്. അതായത് അപ്പോൾ ബാങ്ക് കൊടുക്കുന്നത് നമ്മൾ ഇതിന് കേൾക്കുകയാണ്. അപ്പോൾ അവിടെ സംസാരിക്കാതിരിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ഓത്ത് പോലത്തെ കാര്യങ്ങളൊക്കെ നിർത്തൽ സുന്നത്താണ്. അതേസമയത്ത് റെക്കോർഡ് പ്ലേ ചെയ്ത് റീപ്ലേ ചെയ്യാണ്, അപ്പോൾ സുന്നത്തില്ല. ഒരാൾ ബാങ്ക് കൊടുക്കുകയാണ്, ആ ബാങ്ക് നേരിട്ട് കേൾക്കുന്നതുണ്ടാവും, ചിലപ്പോൾ മൈക്കിൽ കൂടി കേൾക്കുന്നുണ്ടാവും, അതിൽ റേഡിയോ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ ലൈവാണ്. ആ കൊടുക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന നേരിട്ട് കേൾക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ആ ബാങ്കിന് ഉത്തരം നൽകൽ സുന്നത്തുണ്ട്, ആ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാതിരിക്കൽ സുന്നത്തുണ്ട്, മറ്റ് ഖുർആൻ ഓതുക പോലത്തെ പരിപാടികളൊക്കെ നിർത്തിവെക്കൽ സുന്നത്തുണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ, അതൊക്കെ സുന്നത്തുണ്ട്. അതേസമയത്ത് ആദ്യം ബാങ്ക് കൊടുത്തത് റെക്കോർഡ് ചെയ്ത് അത് റീപ്ലേ ചെയ്യാണ്, അതാണ് കേൾക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം നൽകലും സുന്നത്തില്ല, മുണ്ടാതിരിക്കലും സുന്നത്തില്ല, ഖുർആൻ ഓത്ത് നിർത്തിവെക്കലൊന്നും സുന്നത്തില്ല. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ജമാഅത്ത് സുന്നത്തുള്ളതോ അല്ലാത്തതോ ആവട്ടെ, വജ്ഹത്ത് സുന്നത്തുണ്ടോ? ഉണ്ട്. എല്ലാ സുന്നത്ത് നിസ്കാരത്തിനും വജ്ഹത്ത് ഓതൽ സുന്നത്തുണ്ട്, മയ്യിത്ത് നിസ്കാരത്തിന് ഒഴികെ. മയ്യിത്ത് നിസ്കാരത്തിന് വജ്ഹത്ത് ഓതലില്ല. മറ്റു ഫർദ് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ, ആ സുന്നത്ത് നിസ്കാരം തന്നെ ജമാഅത്ത് ശറഅക്കപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ, അതിലൊക്കെ വജ്ഹത്ത് ഓതലും സുന്നത്തുണ്ട്, സൂറത്ത് ഓതലൊക്കെ സുന്നത്തുണ്ട്. പിന്നെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ എന്താ വേറെന്താ ഒരു PM. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയുടെ സമീപം ഉണ്ടാക്കുന്ന ടെന്റിൽ നിന്ന് പള്ളിയിലെ ജമാഅത്തിനെ തുടർന്ന് നിസ്കരിക്കാമോ? പള്ളിയല്ല, എന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ പള്ളി എന്നൊക്കെ ഇങ്ങനെ എഴുതല്? അല്ല, മനസ്സിൽ ഒരു എഴുതുമ്പോണ്ടല്ലോ എന്തത്ര അറിയില്ലേ? പള്ളിക്ക് പള്ളി തന്നെ PALLI എന്നാ എഴുതണ്ടാണ്, LLI. അപ്പൊ പള്ളി അല്ലേ? പള്ളിക്ക് സമീപം ഉണ്ടാക്കുന്ന ടെന്റിൽ നിന്ന് പള്ളിയിലെ ജമാഅത്തിനെ തുടർന്ന് നിസ്കരിക്കാമോ? പള്ളിയിലുള്ളവരെ കാണുകയില്ല, അത് പള്ളിയെ നിന്ന് കുറച്ച് ദൂരെ ആണ്. സ്പീക്കർ വെച്ചുകൊണ്ട് നിസ്കാരം കേൾക്കാം, ജമാഅത്ത് ശരിയാകുമോ? പള്ളിയിലെ മനസ്സിലാക്കണം, ആ പള്ളിയിലത്തെ ഇമാമിനെ തുടർന്ന അവസാനത്തെ സഫ് ഉണ്ടാവൂല്ലോ അല്ലെ, അവസാനത്തെ സഫ്, ആ സഫിന്റെയും ഈ ടെന്റിന്റെയും ഇടയിൽ 300 മുഴത്തിനേക്കാളും അപ്പുറം ഇല്ല. ആ ടെന്റിന്റെയും ഈ പിന്നെ ആ പള്ളിയിലെ ഇമാമിനെ തുടർന്ന അവസാനത്തെ സഫ്, ഏറ്റവും പിന്നീടുള്ള സഫ്, ആ സഫിന്റെയും ഇപ്പോൾ ഇയാൾ ഈ പറഞ്ഞ ടെന്റ് ഉണ്ടല്ലോ,
ആ ടെന്റിന്റെയും ഇടയിൽ 300 മുഴത്തിനേക്കാളും ദൂരം ഇല്ല എങ്കിലും പിന്നെ ഇമാമിന്റെ ഇന്ത്യക്കാലാത്ത്, അത് ഇമാമിന്റെ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഇമാമിനെ കാണൽ കൊണ്ടോ അല്ലെങ്കിൽ ഇമാമിനെ തുടർന്നവരെ കാണൽ കൊണ്ടോ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇമാമിന്റെ പിന്നെ ചലനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർച്ച സഹിയാവുന്നതാണ്. എന്നാൽ തുടർച്ച സഹിയാകും. നേരെ മറിച്ച് 300 മുഴത്തിനേക്കാൾ അപ്പുറം ദൂരം ഉണ്ട് നിൽക്കുക. ഏത് പള്ളിയിലെ ഇമാമിനെ തുടർന്ന അവസാനത്തെ സെഫിന്റെ 300 മുഴത്തിനേക്കാളും അപ്പുറം ദൂരെയാണ് ഈ ടെന്റ്. എന്നാൽ തുടർച്ച സഹിയാവുകയും ഇല്ല. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ റിയാദിലേക്ക് യാത്ര തിരിക്കും. സുഖമായി എത്താൻ, ജോലിക്ക് ബർക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണം. നമ്മുടെ അബൂ സവാദ് PM ചെയ്ത ആവശ്യപ്പെടുന്ന അബൂ സവാദ് നാട്ടിൽ പോയെങ്കിലും അദ്ദേഹത്തിന്റെ ID മിക്കവാറും സമയത്തും കാണാറുണ്ട്. മിക്കവാറും ഒരുപാട് സമയത്ത് അദ്ദേഹത്തിന്റെ ID ഇവിടെ റൂമിൽ കാണാറുണ്ട്. അപ്പോ ഹദറിലും സഫറിലും അദ്ദേഹം ക്ലാസ് റൂമിൽ സജീവമാണ് എന്നർത്ഥം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അദ്ദേഹത്തെ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ യാത്രക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സുഖകരമാക്കി കൊടുക്കട്ടെ. ഹദറിലും സഫറിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല രീതിയിൽ ജോലി സ്ഥലം റിയാദിൽ വന്ന് എന്നിട്ട് അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കുവാനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിൽ ആ ജോലിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംതൃപ്തിയും മനസ്സമാധാനവും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. സലീം ഫൈസി എത്തിയ പടച്ചോൻ ഇതാളെ തകരാറില്ല. നമ്മളിപ്പോ ഒരു കാര്യം സലീം ഫൈസി എത്തിയാവല്ലേ, അദ്ദേഹത്തിന്റെ ക്ലാസ് ഇവിടെ നിന്നുണ്ടാവും വിചാരിച്ചാൽ നമ്മൾ എന്ന് തുടങ്ങിയാണ് പ്രചരണം അല്ലേ? പിന്നെ ഫേസ്ബുക്ക് മുഖേനയും പിന്നെന്താണ് ഇതൊക്കെ അങ്ങനെയൊക്കെ പിന്നെ ക്ലാസ് റൂമിൽ എപ്പോഴും പേസ്റ്റ് ചെയ്തുകൊണ്ടും ഒക്കെ ഇങ്ങനെ പ്രചരണം തുടങ്ങിയിട്ട് കുറെ ആയി. എല്ലാവരും അദ്ദേഹത്തിന്റെ ക്ലാസ് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം എന്ത് പറ്റിയാവും? ഇപ്പൊ സാധാരണ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ ID എപ്പോഴും കുറവാണ്. അതിന് കാരണം തന്നെ നമ്മുടെ റേഡിയോ സംവിധാനം കുറച്ച് വിശാലമായതാണ് ഈ കാരണം. അപ്പോൾ നാട്ടിലൊക്കെ പോയപ്പോൾ ആ കാര്യം മനസ്സിലാണ്. നാട്ടിൽ പോയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ കാണാനൊക്കെ വരികയാണ്. അപ്പൊ നിങ്ങൾ ID ഞാൻ റേഡിയോ കേൾക്കലാണ്. അപ്പൊ ഡ്രൈവർമാരും വീട്ടിലും ഒക്കെ മൊബൈൽ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ? ഈ വാട്സപ്പ് എന്ന് പറഞ്ഞൊക്കെ അതിന്റെ ഒക്കെ ഗൗരവ ഈ ഭാഷ നാട്ടിൽ പോയപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ കുട്ടികളുടെ അടുത്തും മക്കളുടെ അടുത്തും മരുമക്കളുടെ അടുത്തും ഒക്കെ ഉണ്ട് ഈ വാട്സപ്പ് ഉണ്ട്. അങ്ങോട്ട് കൊണ്ട് മെസ്സേജ് അയക്കലും പിന്നെ എല്ലാ വക ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന്റെ ഗൗരവപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാനിപ്പോ ഇല്ലല്ലോ. അപ്പൊ അതിങ്ങനെ പിന്നെ അപ്പൊ അതിൻ്റെ അതാപ്പോഴാണ് മനസ്സിലാണത്. അപ്പൊ എന്തേലും പറഞ്ഞത് അപ്പൊ അതാണ്. അപ്പൊ ക്ലാസ് റൂമിൽ ID-ന്റെ കുറവിന് പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഇപ്പോ റേഡിയോ സംവിധാനം അത് വളരെ പിന്നെ വ്യാപകം 8000 ആളുകൾക്ക് ഒന്നിച്ച് പ്രവേശിക്കാനുള്ള സൗകര്യം നമ്മുടെ റേഡിയോ സംവിധാനത്തിലുണ്ട്. അപ്പൊ അതാണ് കുറെ കാരണം. ഇപ്പൊ റേഡിയോ ഇപ്പൊ മൊബൈലാണോ നടക്കുന്നിടത്തൊക്കെ കൊണ്ടിറക്കും ചെയ്യാലോ. ലാപ്ടോപ്പ് കൊണ്ടിറക്കാൻ പറ്റൂല്ലോ. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും ഉസ്താദെ, KMCC നെറ്റ് സോണിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം കേട്ടു. 3 കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. ഇവ ശരിയാണോ എന്ന് പറയാമോ? ഒരു യാത്ര എന്ന് പറയാവുന്നത്ര സഞ്ചരിക്കുന്നു എങ്കിൽ അത് യാത്രയായി പരിഗണിക്കാം. ദൂരം പ്രശ്നമല്ല. നോമ്പ് ഒരു വർഷം കഴിഞ്ഞോ ഖളാ വീട്ടുകയാണെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടതില്ല. ഉലുഹിയത്ത്, ഹഖീഖത്ത് എന്നിവയുടെ ഇറച്ചി കാഫിറിന് കൊടുക്കണം. KMCC അത് പോട്ടെ, നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണില്ല അല്ലേ? നമ്മളൊരു ഇത്തരം വിഷയം പണ്ഡിതന്മാരില്ലേ, ആ അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇന്ന് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ എന്താണാവോ എന്താ അതിന് നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും കസറും ജമ്മൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ബഹുമാനപ്പെട്ട ഉലമാ അതിനൊക്കെ ഒരു കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും തൊള്ളേ തോന്നിയ പറച്ചില്ല, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പറയല. ബഹുമാനപ്പെട്ട ഇമാമിയങ്ങള് കസറും ജമ്മാക്കാൻ ഇത്ര 2 മറഹല വഴി ദൂരം വേണം. ചില പൊട്ടന്മാരുണ്ട് റസൂലുള്ളാഹി ദുൽഹുലൈഫ വെച്ച് കസറാക്കി ജമ്മാക്കി നിസ്കരിച്ചു എന്ന കാരണം പറഞ്ഞത്. റസൂലുള്ളാഹി ദുൽഹുലൈഫയിൽ നിന്ന് ജമ്മാക്കി നിസ്കരിച്ചു. മദീനയിൽ നിന്ന് ദുൽഹുലൈഫയിലേക്ക് എത്ര കിലോമീറ്റർ ഉള്ളൂ? വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളല്ലോ അല്ലേ? മദീനയിൽ നിന്ന് ദുൽഹുലൈഫിലേക്ക് എത്ര ഉണ്ട്?
ഒരു 10 കിലോമീറ്ററിന്റെ താഴെ ഉള്ളൂ എന്നാ തോന്നുന്നല്ലേ ഞാൻ, അല്ലേ? വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ പൊട്ടന്മാര് മനസ്സിലാക്കുന്നത് ഓരോ വിചാരം റസൂൽ ദുൽഹുലൈഫ വരെയുള്ള യാത്ര ആയിരുന്നു എന്നാ പോലെ മനസ്സിലാക്കുന്നത്. അല്ല, റസൂലിന്റെ യാത്ര മക്കയിലേക്കുള്ള യാത്രയായിരുന്നു. റസൂല മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. ആ സമയത്താണ് ദുൽഹുലൈഫയെ വെച്ചിട്ട് ജമാഅത്ത് നിസ്കരിക്കുന്നത്. അപ്പൊ യാത്രയുടെ ദൂരത്തുണ്ട് 2 മറഹലയും അതിനേക്കാളൊക്കെ അപ്പുറമുണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. പക്ഷെ സ്വന്തം രാജ്യത്തിന്റെ സൂറ് വിട്ട് കടന്നു നിൽക്കുക, അല്ലെ? നമ്മുടെ മഹലിന്റെ സൂറ് വിട്ട് കടന്നു, അതിർത്തി വിട്ട് കടന്നു. ഇന്നാ ജമാക്കാലോ. അതുപോലെ മദീനയുടെ അതിർത്തി വിട്ട് കടന്നു. അപ്പൊ ദുൽഹുലൈഫ വെച്ച് റസൂൽ എന്ത് ചെയ്തു? ജമാഅത്ത് നിസ്കരിച്ചു. അപ്പൊ ഇങ്ങനെ ഓരോന്നിങ്ങനെ പിന്നെ സലീം ഫൈസി മറ്റൊരു ആളുടെ റൂമിൽ പോയി ID ഇട്ടാണ് വരാറുള്ളത്. ചിലപ്പോൾ അത് അടുത്താവില്ല, കുറച്ചു ദൂരെ ആണ് എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വരട്ടെ. അപ്പൊ നമുക്ക് സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ അറിഞ്ഞുകൊണ്ട് ഫർദ് നിസ്കരിക്കുന്നവർക്ക് പിന്തുടർന്നാൽ സഹിയാകും. അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുമോ? ജമാഅത്തിന്റെ കൂലി, ജമാഅത്ത് ശറഅാക്കപ്പെട്ട നിസ്കാരത്തിനോടാണ് തുടർന്ന് നിസ്കരിക്കുന്നത്, ജമാഅത്തിന്റെ കൂലിയും കിട്ടും എന്ന് ഒരു ഇമാമിയങ്ങൾപ്പെട്ട ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം എങ്ങനെയാണ് സഹിയാകും? സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ അറിഞ്ഞുകൊണ്ട് തന്നെ ഫർദ് നിസ്കരിക്കുന്ന ആൾ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. ജമാഅത്തിന്റെ കൂലി കിട്ടുമോ എന്നാ? ജമാഅത്തിന്റെ കൂലി എങ്ങനെ കിട്ടുന്നു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജമാഅത്ത് ശറഅാക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതിനോട് തുറന്ന് നിസ്കരിച്ചു നോക്കുക. എന്നാൽ ജമാഅത്തിന്റെ കൂലിയും കിട്ടും എന്ന് ശാഫിഈ മദ്ഹബിലെ തന്നെ ഇമാമിങ്ങളിൽ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്നലെ ഉസ്താദ് പറഞ്ഞു തന്ന ദിക്ർ ഞാൻ മറന്നുപോയി. സുബ്ഹിക്ക് ശേഷം 100 വട്ടം ചൊല്ലാൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത്രേ ഉള്ളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എത്ര എളുപ്പമാണ് അല്ലേ? സുബ്ഹിക്ക് ശേഷം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹിക്ക് ശേഷം മാത്രമല്ല കേട്ടോ, മഗ്‌രിബിന്റെ ശേഷവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ആയിക്കോളണമെന്നില്ല. നടന്നിട്ടോ എങ്ങനെയും കാര്യം ചെല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ചെല്ലിയാൽ സുബ്ഹിക്ക് ശേഷം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം ഒരാൾ ചെല്ലിയാൽ അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കും. ആ ദോഷങ്ങൾ സമുദ്രത്തിലെ നുരകളുടെ അത്ര ഉണ്ടെങ്കിലും ശരി എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖ് അലൈഹി ഹദീസാണ്. ഇയാൾ സുബഹിക്കും മഗ്‌രിബിക്കും ചൊല്ലി നിൽക്കുക, അല്ലെ? മഗ്‌രിബിന് ശേഷം ചെല്ലേണ്ട അദ്ദേഹം സുബഹിന്റെ ശേഷം ഇതേ വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, വേറെ ഒന്നുമില്ല, വെറും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത് എന്നാൽ ഇങ്ങനെ സുബഹിന്റെ ശേഷം മഗ്‌രിബിന്റെ ശേഷം ചൊല്ലി, എന്നാല് അത്ര ഉന്നതമായ ഒരു ഇബാദത്ത് നിർവഹിക്കപ്പെട്ടവനായി മഹ്ശറയിൽ വേറെ ആരും വരൂലാണ് ഇവനെ പോലെ പ്രവർത്തിച്ച ആളൊഴികെ. അവൻ മഹ്ശറയിൽ ഹാജരാവലേ വലിയ പ്രൗഢിയോട് കൂടിയായിരിക്കും. ഓന്റെ അത്ര വലിയ ദർജയിൽ മഹ്ശറയിൽ ആരും വരൂല, ഇത്ര വലിയൊരു അമൽ ചെയ്തവനായിട്ട്. ആരൊഴികെ? ഇതുപോലെ വേറെ ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊഴികെ എന്നുണ്ട്. അപ്പൊ കേട്ടങ്ങള്, അപ്പൊ ഈ ചോദ്യകർത്താവ് ഞാൻ ഈ പറഞ്ഞ് കേട്ടുകണ ഇന്നലെ ചെല്ലാൻ പറഞ്ഞ മറന്നോന്ന് മൂപ്പരിപ്പോ അവിടെ ഇല്ലാതെ തോന്നില്ലേ? ഇത് കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത്രേ ഉള്ളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. പിന്നെ എന്താ വേറെ എന്താണ്? പൊന്മളയുടെയും പേരോടിന്റെയും വഹാബിവാദത്തിൽ പ്രതിഷേധിച്ച് മുടിക്കാരുടെ CM സെന്ററിലെ മുദരിസ് രാജിവെച്ചു അബ്ദുറഹീം ബാഖരി. അതിപ്പോ ഫിഖ് ചോദ്യമൊന്നല്ലല്ലോ ഇപ്പൊ, ഒരു ഫിഖ് മസലയെ പോയി പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ, രാജിവെക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ, നിയമം അത്രയ്ക്കേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് പഠിച്ച്, ദീനിനെ കുറിച്ച് നന്നായി പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യുന്ന, എന്നിട്ട് അതിന്റെ എല്ലാ സബാബുകളും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഈ വിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ റമളാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരികയും എന്നിട്ട് അള്ളാഹു നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കുകയും ശേഷമുള്ള കാലം, ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് മാത്രം ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ,
നമ്മുടെ സഹോദര സഹോദരിമാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, മശായിഖന്മാർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, നമ്മെ സഹായിച്ചവർ, നമ്മുടെ മേൽ ഹഖുള്ളവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين. سبحان ربي الأعلى وبحمده ചൊല്ലിയാൽ എന്താ മനസ്സിലായില്ല. പിന്നെ അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി മറ്റാരെങ്കിലും മൈക്കിലേക്ക് വരണം. സലീം ഫൈസി ഇർഫാനി എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന ഐഡിയ ഇവിടെ ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യണം. ഇനി അദ്ദേഹം ഇവിടെ എത്തിയതില്ല എങ്കിൽ തന്നെ പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന ഐഡിയ ഉണ്ടല്ലോ, അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം PM-ലൂടെയോ അതല്ലെങ്കിൽ ഇവിടെ പബ്ലിക്കായി ടെക്സ്റ്റ് ചെയ്തുകൊണ്ടോ അന്ന് അറിയിക്കണം എന്നുകൂടി അറിയിച്ച് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.